ഇപ്പൊ ഗ്രൂമിംഗ് സെഷൻ എങ്ങനെ പോകുന്നു സ്റ്റാർ സിംഗറിൽ? സ്റ്റാർ സിംഗറിന്റെ ഗ്രൂമിംഗ് സെഷൻ ഇപ്പൊ ഇല്ല. ട്രാൻസിഷൻ എങ്ങനെയായിരുന്നു കണ്ടസ്റ്റൻസ് ടു ഗ്രൂമർ എന്നൊക്കെ പറയുമ്പോൾ? അതിന് ജർഗോ സാറിനോട് തന്നെയാണ് താങ്ക്സ് പറയാനുള്ളത്. ജർഗോ സാർ പിന്നെ സരിഗമപ്പാല് പിന്നെ മുതലേ എനിക്ക് സാറിനെ അറിയാം. അപ്പോൾ സാറാണ് ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തത്. അതും ഒരുപാട് മലയാളികളിലേക്ക് നമ്മളുടെ എക്സ്പോഷർ എത്താൻ വേണ്ടിയിട്ട് സഹായിച്ചു. അതുമാത്രമല്ല മ്യൂസിക്കലി ഒരുപാട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. കാരണം ഈ പഠിപ്പിക്കുന്ന കുട്ടികൾ, അതായത് പഠിപ്പിക്കുന്നതല്ല, ജസ്റ്റ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഈ കണ്ടസ്റ്റൻസിനൊക്കെ. അവരൊക്കെ അത്രയും ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മളുടെ അറിവും കൂടെ കൂടും. അതായത് അവർക്ക് ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം, അത് പാടിക്കൊടുക്കണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് എൻ്റെ മ്യൂസിക് നോളജ് വളരാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഞാൻ ഇപ്പോഴും സ്റ്റാർ സിംഗറിനെ കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഞങ്ങൾ ചെയ്യുന്ന പാട്ടുകൾ സ്റ്റാർ സിംഗറിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പാട്ട് അതുപോലെ പാടുന്നതിനേക്കാൾ അതിൽ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് അതിനെ കുറച്ചും കൂടെ ചലഞ്ചിങ് ആക്കുക എന്നുള്ളതാണ് മെയിൻ ഒരു ഇന്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്, വലിയൊരു പ്ലാറ്റ്ഫോം ആണല്ലോ ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത്.